ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് എന്ത് അനുഗ്രഹമാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉയർച്ചയാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച വരാൻ സമയമായോ? എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറലാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ടെമ്പറൻസിന്റെ എനർജി, the Emperor, King of Pentacles, Ace of Swords, Four of Wands, King of Wands, the Empress, the Star, Three of Cups. വളരെ നല്ല എനർജിയാണ്, എല്ലാം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ്സ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് കണ്ടില്ലേ, അതും വളരെ പോസിറ്റീവാണ്. ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു നിങ്ങൾക്ക് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നത് അത് നമുക്ക് നോക്കാം. കണ്ടില്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നത്? ഹെറോഫിന്റെ എനർജിയാണ് നിങ്ങളിലുള്ളത്. പേജ് ഓഫ് വാൻസ് ആണ് പിന്നീടുള്ളത്. ഇവിടെ ഹെറോഫിന്റെ എനർജി നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രകൃതിയെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ചൊക്കെ ഉള്ള അറിവ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മൈൻഡ്, ബോഡി, സ്പിരിറ്റ്, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവിലേക്ക് നിങ്ങൾ വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നല്ല അറിവുള്ളവരായിരിക്കണം. അത് നേടാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവണം. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറെയൊക്കെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വന്നിട്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇത് പറയുന്നത് അങ്ങനെയാണ്. കണ്ടില്ലേ, ഇവിടെ അതുപോലെ തന്നെ താക്കോൽ, നിങ്ങൾ പ്രപഞ്ചത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരുപാട് കാര്യങ്ങൾ പ്രപഞ്ചത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളവരാണെന്നുള്ളതാണ്. ഏതൊരു കാര്യം നിങ്ങളോട് ചോദിച്ചാലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും. മറ്റു പലർക്കും ഒന്നും അറിഞ്ഞുകൂടാ, പ്രപഞ്ചം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, യൂണിവേഴ്സ് എന്താണെന്ന് പോലും കേൾക്കുന്നത് പലരും നമ്മൾ ഈ ടാരോ റീഡിങ്ങിലൊക്കെ വന്നതിന് ശേഷമായിരിക്കണം എന്ന് പറയുന്നത് പോലെ ഇവിടെ കണ്ട ഒരുപാട് വിജ്ഞാനം ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് കാണുന്നു. ഇതുകൊണ്ടാണ്, ഇത്തരത്തിലുള്ള അറിവുള്ളത് കൊണ്ട് കണ്ടില്ലേ, ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല. ഇത്രമാത്രം ദൈവാനുഗ്രഹമുള്ള ഒരു വ്യക്തിക്ക്, അഥവാ സത്യസന്ധനായ ഈ ഒരു വ്യക്തി കണ്ടില്ലേ, മറ്റുള്ളവരെ നല്ല വഴിക്ക് നയിക്കുന്ന വ്യക്തിയാണിത്. പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാവുന്നത്, സ്പിരിറ്റിനെ കുറിച്ച്, ബോഡിയെ കുറിച്ച് ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തി ഒരിക്കലും തെറ്റായ മാർഗത്തിലൂടെ മുന്നോട്ട് വരികയില്ല.
മനസ്സിലായി? ആ തെറ്റായ മാർഗത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരില്ല. വളരെ സിൻസിയർ ആയിട്ടാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം മറ്റുള്ളവരെ കൂടെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നു. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഇവിടെ ജസ്റ്റിസ് ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നീതി ലഭിക്കും. ആ നീതി, ന്യായം, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. നിങ്ങൾ അവിടെ നിന്നും പിന്നോട്ട് പോവില്ല. തീർച്ചയായിട്ടും കണ്ടില്ലേ, ഇവിടെ നിങ്ങളുടെ ജീവിതം വിജയത്തിലേക്കാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കൊരു വിജയം 11 ആണ് നമ്പർ, കണ്ടില്ലേ? 11 എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ചിലപ്പോൾ പലരും 11 എന്നുള്ള നമ്പർ കാണുന്നവരായിരിക്കും. അത് നിങ്ങൾക്ക് വളരെ നല്ല ഒരു മാറ്റത്തിലേക്കുള്ള തുടക്കമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ സ്പിരിച്വൽ അവേക്കണിങ്ങിലേക്കുള്ള വഴിയാണ്, സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു വരവാണ് നിങ്ങൾക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഹെറോഫന്റ് എനർജി വന്നതും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നതും എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്, കണ്ടല്ലേ? ഈ ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? വാസ്തവത്തിൽ ഇവിടെ നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ ഉണ്ടാകുന്നു. ഏതൊരു വഴിയിൽ കൂടെയും നിങ്ങൾക്കിപ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു. നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ടാവണം. ചിലപ്പോൾ പുതിയ ജോലിയാവണം, ഏതെങ്കിലും പുതിയ ഒരു ജോലിയിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടാവണം. അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികം വരുന്ന എനർജി. അതുപോലെ തന്നെ സാമ്പത്തികം വരുന്ന എനർജി മാത്രമല്ല, ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയും ഉണ്ട്. പെന്റക്കിൾ എർത്ത് സൈനാണ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ എനർജി. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണിത്? നിങ്ങളിലേക്ക് സാമ്പത്തികം വരാനുള്ള എനർജിയാണ്. പലർക്കും പുതിയ ജോലി കിട്ടുന്ന എനർജി ഉണ്ട് ഇവിടെ. പുതിയ ജോലി കിട്ടുമ്പോൾ തന്നെ എന്താണ്? സാമ്പത്തികത്തിന്റെ സ്രോതസ് വരും, അല്ലെ? ഏതൊരു ജോലി ആയാലും, ചെറിയതായാലും വലുതായാലും, നമ്മളിവിടെ ഒത്തിരി വലിയ ജോലിയെന്നൊന്നും അല്ല പറയുന്നത്. ഏതൊരു ജോലി ആയാലും, ചെറുതായാലും വലുതായാലും നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സമ്പത്തിന്റെ രാജാവാകുന്നു എന്നുള്ളത് ഇവിടെയും കാണുന്നുണ്ട്. കിരീടം വെച്ചിരിക്കാനുള്ള ഒരു അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെയും എന്താണ് നിങ്ങൾ വിചാരിക്കേണ്ടത്? നിങ്ങളുടെ പരിശ്രമത്തിന് ഫലമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കരുതേണ്ടത്. ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്താണ്? നിങ്ങളുടെ പ്രയത്നത്തിന് ഒരു ഫലമുണ്ടാകും. നിങ്ങളെ അടിച്ചു താഴ്ത്തി ഇട്ടിരുന്നവരുടെ മുൻപിൽ നിങ്ങൾക്കൊന്ന് ഉയർത്തെഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത്. കണ്ടില്ലേ? ഇവിടെ വന്നിട്ടുള്ളതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഏതൊരവസ്ഥയാണോ, നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. പല പരാജയ ഭീതി ഉണ്ടാവുന്നു. പരാജയപ്പെട്ട പല കാര്യങ്ങളിലും നിങ്ങൾക്ക് എന്താണ് ഉയർച്ച വരുത്തില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു സമയമാവണം. അങ്ങനെ ഉയർച്ച വരില്ല എന്ന് നിങ്ങൾ സ്വയം വിശ്വസിക്കുന്ന ചില കാര്യങ്ങളിലുണ്ടല്ലോ, വളരെ അതിശയകരമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരാൻ പോകുന്നു. ടെമ്പറൻസിന്റെ എനർജി ഇവിടെ ഉണ്ട്, എംപറർ വന്നിട്ടുണ്ട്. അതുപോലെ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. നിങ്ങളെ ആരെങ്കിലും, ഏതെങ്കിലും വ്യക്തികൾ തന്നെയും നിങ്ങളെ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ സഹായിച്ചെന്നിരിക്കും. ചിലപ്പോൾ ലോട്ടറി ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ ആരെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഏസ് ആണ് വന്നിരിക്കുന്നത്, സണ്ണിന്റെ എനർജിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികത്തിന്റെ ഒരു തുടക്കം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് ഇല്ലായ്മ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ദുരനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും സാമ്പത്തികമായ പരാധീനത നിമിത്തം. ആ ഒരു പരാജയം നിമിത്തം അവിടെ മറ്റുള്ളവർ നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഉയർന്നു വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കൊരു തുടക്കം വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ടെമ്പറൻസിന്റെ എനർജിയാണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. കണ്ടില്ലേ? ഏത് നെഗറ്റീവായ സാഹചര്യത്തെ ഇപ്പോഴത്തെ ഈ ഒരു എനർജിയിൽ എങ്ങനെ നെഗറ്റീവ് ആയാലും എങ്ങനെ പോസിറ്റീവ് ആയാലും നിങ്ങൾക്കതിനെ ഒരേപോലെ കൊണ്ടുപോകാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് സക്സസ് വരുത്താൻ നിങ്ങളെ കൊണ്ട് തന്നെ സാധിക്കും. കാരണം നിങ്ങൾക്ക് ഇവിടെ ഏഞ്ചൽസിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. പിന്നെന്താ വേണ്ടത്? നല്ലൊരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ടെമ്പറൻസിന്റെ എനർജി വരുന്നത്. ടെമ്പറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് വരുന്നു എന്നുള്ളതാണ്. അനുഗ്രഹം, നല്ല രീതിയിൽ അനുഗ്രഹം നിങ്ങൾക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ മറ്റുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനും, മറ്റുള്ളവരെ സ്നേഹിക്കാനും, അവരുടെ സ്നേഹം ഇങ്ങോട്ട് മേടിക്കാനും ഒക്കെയും നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമയം അനുകൂലമാണ് എന്നാണ് കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഒരുപാട് ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എത്ര ഐശ്വര്യം വന്നാലും, എത്ര സൗഭാഗ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത്
ഈക്വലായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മിതത്വം പാലിച്ചു കൊണ്ടുപോവുക. മനസ്സിലായി? മിതത്വം പാലിച്ചു കൊണ്ടുപോവുക, രണ്ടും ഒരേപോലെ. അപ്പോൾ അവിടെ ദുഃഖം വരുന്നില്ല. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ അതുപോലെ തന്നെ എംപററുടെ പദവിയാണ് വന്നിരിക്കുന്നത്. എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു സക്സസിലേക്കാണ് ഇവിടെ പോകാൻ പോകുന്നത്. എംപറർ 4 ആണ് നമ്പർ. രാഹുവിന്റെ ഇൻഫ്ലുവൻസ് ആണ്. നവഗ്രഹങ്ങളിൽ രാഹുവിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു രാഹുവിന്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോഴെന്താണ്? നിങ്ങൾക്ക് കരിരുമ്പ് പോലെ ഉറച്ച തീരുമാനമാണ് നിങ്ങളുടേത്. മനസ്സിലായി? ഉറച്ച തീരുമാനം. ഈ ജീവിതത്തിൽ ഒരു സക്സസ് വരുന്നു, സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ തീരുമാനം കുറച്ചുകൂടി ഉറച്ചതാകാനും അതിൽ നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നു. മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തിയിൽ സിൻസിയറിറ്റി കണ്ടെത്തുകയാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കുന്നു. മനസ്സിലായോ? മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? മറ്റുള്ളവർക്കും കൂടെ നിങ്ങളെ അനുസരിക്കാൻ പറ്റുന്നത്, മറ്റുള്ളവർക്ക് നിങ്ങൾ വഴികാട്ടിയാവുന്നത്. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ നല്ല ഒരു പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ഉയർച്ച, ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യത ഏതൊരു തരത്തിലായാലും, ചിലപ്പോൾ ശമ്പളമൊക്കെ അതുപോലെ സാലറിയൊക്കെ പെർമനന്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ പെർമനന്റ് സാലറി, പെർമനന്റ് ജോബ്, ഇതൊക്കെ ഇവിടെ കാണാം. അതുപോലെ ജീവിതത്തിൽ കൂടെയും പെർമനന്റായ ചില തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാനും അതിനെ മുന്നോട്ട് ഫോളോ ചെയ്യാനും മറ്റുള്ളവരെ അതിന് അനുവദിക്കുന്നതുമായ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റുള്ളവരും നിങ്ങളെ ഫോളോ ചെയ്യും. എന്ത് ഫോളോ ചെയ്യുന്നു? നിങ്ങളുടെ തീരുമാനങ്ങളെ മറ്റുള്ളവരും ഫോളോ ചെയ്യുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് മാതൃകയാവുന്നു. അത് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നിങ്ങൾക്ക് ജെന്യുവിനായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരിക്കണം. നല്ല നോളജ് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാവണം. അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും എല്ലാം നിങ്ങൾ മിടുക്കരാണ്. അനുഭവജ്ഞാനം ഒരുപാടുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വീട്ടിലായാലും എല്ലാ കാര്യങ്ങളും ഒരേപോലെ നോക്കിക്കണ്ട് മറ്റുള്ളവർക്ക് ഒരു ദുഃഖമൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ കാര്യങ്ങൾ നോക്കിക്കണ്ട് പോകുന്ന ഒരു ഗൃഹനാഥൻ എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. അപ്പോൾ അത്രമാത്രം നല്ല ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി കണ്ടില്ല? ഇവിടെയാണ് കിങ് ആവാൻ പോകുന്നു എന്നുള്ളത്. സാമ്പത്തികം ഒരുപാട് വരുന്നു എന്നുള്ളതാണ്. ഇവിടെ കിരീടം വെച്ചിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ കിരീടം വെച്ചിരിക്കുന്നത് എന്തിനാണ്? നല്ലതുപോലെ സാമ്പത്തികമായ ഒരു പ്രോഗ്രസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നല്ലതുപോലെ പ്രോഗ്രസ് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സമാധാനം, സന്തോഷം, കോൺഫിഡന്റ് ആവാൻ കഴിയുന്നു. മനസ്സിലായോ? ഒത്തിരി കോൺഫിഡൻസ് ലഭിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ. അപ്പൊ ഇനി എനിക്ക് എന്തായാലും മുന്നോട്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകാം, അപ്പോൾ മറ്റുള്ളവർക്ക് കൂടി എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാം എന്നൊക്കെയുള്ള ഒരു കോൺഫിഡൻസ് ലഭിക്കുമ്പോൾ തന്നെയും ജീവിതത്തിൽ എന്താണ്? സന്തോഷമുണ്ടാകും. അവിടെയാണ് ആ കിരീടം വയ്ക്കാൻ സാധിക്കുന്നത്. കിരീടം അവിടെ ഇരിക്കുന്നതും അപ്പോൾ മാത്രമാണ്. ഇവിടെ എല്ലാവിധത്തിലുള്ള സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ഏസ് ഓഫ് സോഡ്സ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ച, നിങ്ങളുടെ പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി ലഭിക്കുന്നു. ഇവിടെയും 1 ആണ് നമ്പർ. കണ്ടില്ലേ? ഇവിടെയും നിങ്ങൾക്ക് പല കാര്യങ്ങളിൽ ഒരു തുടക്കമാണ്. ചിലപ്പോൾ പുതിയ ജോലിക്ക് പോകുന്നതാവാം, ചിലപ്പോൾ പുതിയ പാഠ്യപദ്ധതിയിലേക്ക്, അതായത് നിങ്ങൾ ചില കോഴ്സുകളൊക്കെ പഠിക്കാൻ പോകുന്നതായിട്ട് ഇവിടെ കാണുന്നു. അതിനുള്ള ഒരു തുടക്കം നിങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ടാവാം. ജീവിതത്തിൽ ഒരു തുടക്കം നിങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവാം. ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ വാഹനയാത്രയാവാം. മനസ്സിലായി? ഇക്കരെ നിന്നും അക്കരേക്കൊരു യാത്രയാവാം. ആ യാത്രകളിൽ പല ഉദ്ദേശങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ആ ഉദ്ദേശങ്ങളെ ഒക്കെ ഇവിടെ സാധിച്ചു കൊണ്ടുവരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് സാധിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം സക്സസ് കൊണ്ടുവരുന്ന ഒരു തുടക്കമാകാനാണ് സാധ്യത. മനസ്സിലായോ? അതുപോലെ തന്നെ നിങ്ങളുടെ വിജയത്തിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് മാലയിട്ട് നിങ്ങളെ സ്വീകരിക്കുന്നതായിട്ടും വേണമെങ്കിൽ പറയാം. കാരണം അതുപോലെ നിങ്ങൾക്ക് ആദരവ് ലഭിക്കുന്നുണ്ട് പല കാര്യത്തിലും എന്നാണ് ഇവിടെ കാണുന്നത്. എല്ലാ കാര്യങ്ങളും, പല കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ തുടങ്ങി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ തുടക്കം കുറിക്കുന്നുണ്ടാവും, മനസ്സിൽ അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടാവാം.
അപ്പോൾ ഇതുപോലെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് 4 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഇവിടെ 4 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ എല്ലാ കാര്യത്തിലും ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ്. കണ്ടില്ലേ, കുടുംബസഹിതം സന്തോഷം അനുഭവിക്കാനുള്ള എനർജി. അച്ഛൻ, അമ്മ, മക്കൾ ചേർന്നിട്ട് സന്തോഷം അനുഭവിക്കുകയാണ് ഇവിടെ. ഇത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്ന 4 ആണ്. ഇവിടെ കണ്ടില്ലേ, എംപററുടെ പദവി ഇവിടെ 4 ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്ന ഒന്നാണെന്നാണ് കാണുന്നത്. അപ്പൊ ഈ സ്റ്റെബിലിറ്റി തരുന്നത് എന്തിനു വേണ്ടിയുള്ള സ്റ്റെബിലിറ്റിയാണ്? സന്തോഷം. കണ്ടില്ലേ, ഇവിടെ പുതിയ വീടിനൊക്കെ 11 എന്നുള്ള നമ്പർ നിങ്ങൾ കാണുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ അതുപോലെ തന്നെ വേറെയും 11 നമ്പർ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റിസ് ആണ് 11 നമ്പർ വന്നത്. ഞാൻ അത് വിചാരിക്കാം, ജസ്റ്റിസ് ആണ് നമുക്ക് 11 നമ്പർ വന്നത്. കണ്ടില്ലേ, അപ്പൊ ഈ ഒരു ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ, പോസിറ്റീവായ ലൈഫിലേക്ക് പോകാനുള്ള ഒരു ജസ്റ്റിസ് ആണിത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 4 ഓഫ് വാൺസിന്റെ എനർജി വളരെയധികം സന്തോഷം. നിങ്ങൾക്ക് വീട് വാങ്ങിക്കാനുള്ള എനർജി ഉണ്ട് ഇവിടെ. കണ്ടില്ല, വീട്ടിൽ വളരെയധികം സന്തോഷത്തോടു കൂടി വീടിന്റെ പാലുകാച്ച് നടത്തി സന്തോഷമായിട്ട് താമസം തുടങ്ങാനുള്ള എനർജി. കുട്ടികളുടെ ജനനം, കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള സാഹചര്യം വന്നിരിക്കുന്നു. ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്, സന്തോഷം വരുന്നുണ്ട്. ഏതൊരു കാര്യത്തിലായാലും നിങ്ങളിപ്പോൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി വരുത്താൻ സാധിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പലവരും വിചാരിച്ചിട്ടുണ്ടാകും, ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വന്നിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. ശരിയാണ്, ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ ആവുന്നു. ഭാഗ്യസമയമാണ്, വിവാഹം നടക്കാനുള്ള സമയം. ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ ഭാഗ്യം വരുന്നുണ്ട്. ഈ ഭാഗ്യം നിങ്ങളുടേതായ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. ഇതുപോലെ നിങ്ങൾ 11 നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഒരു പാത്തിലാണ് നിങ്ങൾ എന്ന് പറയാം. അവിടെ അതിലേക്കൂടെ വരുമ്പോഴാണ് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത്. സ്പിരിച്വൽ വേയിലൂടെ വരുമ്പോഴാണ് ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഹൃദയം നിറഞ്ഞ ആ ഒരു സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ ഒരു വേയിലൂടെ വരുമ്പോഴാണ് എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വേയിലൂടെ വരുമ്പോൾ കിങ് ഓഫ് വാൺസിന്റെ എനർജി, കാരണം സമൂഹത്തിൽ നിങ്ങൾക്ക് ആദരവ് ലഭിക്കുന്നുണ്ട്. സമൂഹത്തിൽ ഇവിടെയും കണ്ടില്ലേ, കിരീടം വെക്കുകയാണ്. സമൂഹത്തിൽ നിങ്ങൾക്ക് പുതിയ ജോലി, കണ്ടില്ലേ, ഇവിടെ വാൺസിന്റെ എനർജിയാണ്. കാരണം ആവേശം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതാണിത്. ഒരുപാട് ആവേശത്തോടു കൂടി നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാണ്, എനിക്കത് നേടിയേ മതിയാവൂ. അപ്പോൾ എനിക്കത് നേടിയേ മതിയാകൂ എന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ, അതിനായിട്ട് നിങ്ങൾ എഫേർട്ട് എടുത്ത് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് നിങ്ങൾ പ്രാക്ടിക്കൽ സൈഡിലായാലും നിങ്ങൾ സ്പിരിച്വൽ സൈഡിലായാലും നിങ്ങൾ അതിനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു കിരീടം ലഭിക്കുന്നത്. മനസ്സിലായി? ഇത് ഇനി ഏതൊരു സാഹചര്യത്തിലായാലും സമൂഹത്തിൽ ഒരുപാട് ഉയർന്ന നിലയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു. അവിടെ ഈ ഒരു തുടർച്ച, ഇതിവിടെ ഒരു തുടക്കമാണ്. ഇവിടെയും കണ്ടില്ലേ, ഇവിടെയും ഒരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിന് വരാൻ പോകുന്നു. ഒരുപാട് മാറ്റം നിങ്ങൾക്ക് വരാൻ പോകുന്നു. ഒരുപാട് ഉയർച്ചയിലേക്ക്, മറ്റുള്ളവർ ബഹുമാനിക്കുന്ന തരത്തിലുള്ള പദവിയിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റുന്നു. എന്തുകൊണ്ടാണത്? അടുത്തതായിട്ട് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എംപറർ വന്നിരിക്കുന്നത്, ഇവിടെ എംപ്രസ് വന്നിരിക്കുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോൾ 3 ആണ് നമ്പർ, വ്യാഴാനുഗ്രഹമാണ്. ഇവിടെ രാഹു എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ അനുഗ്രഹം. അപ്പോൾ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിവൈൻ ഫെമിനിൻ എനർജി, ഇവിടെ ഡിവൈൻ മസ്കുലൈൻ എനർജി. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് സൗന്ദര്യവർദ്ധനവ്, ഈ സൗന്ദര്യവർദ്ധനവ് മാത്രമല്ല, സ്നേഹത്തിൻ്റെതായ എനർജി കൂടുതലാവുന്നു. സ്നേഹത്തിന്റെ എനർജി കൂടുതലാവുന്നു. നിങ്ങൾക്ക് അതൊരു ക്രിയേറ്റീവ് എനർജി നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നു. ഈ ഒരു ക്രിയേറ്റീവ് എനർജി വരുന്നത് ദൈവാനുഗ്രഹം കൊണ്ടാണ്, വ്യാഴാനുഗ്രഹമാണ്, സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന എനർജിയാണ്. അപ്പൊ ഈ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴാണ്? കുട്ടികളുടെ ജനനം, മനസ്സിലായി, വിവാഹം നടക്കുന്നു, കുട്ടികളുടെ ജനനം, ഇതൊക്കെ വളരെ നല്ല ക്രിയേറ്റീവ് എനർജിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് വളരെയധികം ദൈവാനുഗ്രഹം തരുന്ന എനർജി തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരൊക്കെ നിങ്ങളെ കണ്ടില്ലേ, ഇവിടെ 12 നക്ഷത്രങ്ങൾ, 12 സ്റ്റാർസ് ആണ് കാണിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ 12 രാശികളിലുള്ള ആൾക്കാരും നിങ്ങളെ സേവിച്ചു നിൽക്കും എന്നുള്ളതാണ്. മനസ്സിലായി? അങ്ങനെ മറ്റുള്ളവരൊക്കെ നിങ്ങളെ അനുസരിച്ച് നിൽക്കുന്നു, നിങ്ങളെ വലിയൊരു മഹാറാണിയെ പോലെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ മഹാറാണിയെ പോലെ കാണുന്ന അവസ്ഥയിൽ നിങ്ങളിലേക്ക് ഒരുപാട് ഐശ്വര്യം, സമൃദ്ധി ഒക്കെയും വരുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ, പ്രോസ്പെറിറ്റിയുടെ കളറാണ്.
ഈ ഒരു മണിപൂരക ചക്ര ആക്റ്റീവ് ആകുന്ന, ചിലപ്പോൾ സേക്രൽ ചക്രയുടെ ആക്ടിവേഷൻ, ഇതൊക്കെയാണ് ഇവിടെ എംപ്രസ് ആക്കി മാറ്റുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് വരാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വളരെ സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് സ്റ്റാർ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റാർ എന്ന് പറയുമ്പോഴെന്താണ്, ജീവിതത്തിലെ തന്നെ ഉയർച്ചയെ കുറിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ജീവിതത്തിൽ തന്നെ ഉയർച്ച വരുന്നത് എങ്ങനെയാണ്, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഈക്വലായിട്ട് മറ്റുള്ളവരോട് പെരുമാറാനുള്ള കഴിവ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിലെ എത്രമാത്രം നിങ്ങൾ ദുഃഖം അനുഭവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് മുകളിലേക്ക് ഒരു ഉയർച്ചയാണ് വന്നിരിക്കുന്നത്. കാരണം ചിലപ്പോൾ അനാരോഗ്യകരമായ അവസ്ഥയിൽ നിന്നും, ചിലപ്പോൾ ജീവിതത്തിലെ മറ്റു പരാജയങ്ങളിൽ നിന്നും, സാമ്പത്തികപരമായ പരാജയങ്ങളിൽ നിന്നും വളരെ വലിയൊരു ഉയർച്ചയിലേക്കാണ് നിങ്ങളിവിടെ മാറാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഒരു താരമായിട്ട് തിളങ്ങാൻ പോകുന്നു മറ്റുള്ളവരുടെ മുൻപിൽ. നിങ്ങളെ ഒരുപാട് അപവാദം പറഞ്ഞ്, നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞ്, ഗോസിപ്പുകളൊക്കെ പറഞ്ഞ് നിങ്ങളെ അടിച്ചമർത്തി വെച്ചിരുന്നു, അടിച്ച് താഴെയിട്ട് അവസ്ഥ ഉണ്ടായിരിക്കണം. അവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയാണ് വരുന്നത്. ഒരു ഉയർത്തെഴുന്നേൽപ്പ് നിങ്ങൾക്ക് വരും. നിങ്ങളൊരു താരമാകും, ഒരു സ്റ്റാറായിട്ട് മാറാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ 7 ചക്രാസ്, ഈ 7 സ്റ്റാർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 7 ചക്രാസ് നിങ്ങൾക്ക് ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ് വരാൻ പോകുന്നത്. 7 ചക്രാസും ആക്റ്റീവ് ആകുക എന്ന് പറയുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം, സാമ്പത്തികം, അതുപോലെ തന്നെ ജോബ്, അതുപോലെ വിവാഹ കാര്യങ്ങൾ, കുട്ടികൾ, അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള സന്തോഷങ്ങളും അനുഭവിക്കാനുള്ള സമയം ആയിരിക്കുന്നു. ജോലിക്കാര്യത്തിൽ പ്രൊമോഷൻ ഉണ്ടാവാം, നല്ല ജോബ് ലഭിക്കാം, നല്ല ജോബിൽ മറ്റുള്ളവരെ മുൻപിൽ ഒരുപാട് ആദരവ് നേടാം, മറ്റുള്ളവരെ ആദരിച്ചു നിൽക്കുന്ന ഒരു സമയം ഉണ്ടാവുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു നല്ലൊരു പദവിയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നു, ഉയർച്ചയിലേക്ക് വരികയാണ് നിങ്ങളെന്നാണ് ഇവിടെ കാണുന്നത്. അത് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഫലമായിരിക്കണം ചിലപ്പോൾ ഇത്. നിങ്ങൾ അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് കർമ്മ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തായിരിക്കണം മറ്റുള്ളവർ നിങ്ങളെ, ഇവനൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല, മനസ്സിലായി, അപ്പം മറ്റുള്ളവർ പറയലോ എന്തോന്ന് രക്ഷ, എങ്ങനെ ഇനി ഉയരാനാണ്, ഒരു തരത്തിലും രക്ഷപ്പെടില്ല എന്നൊക്കെ നിങ്ങളെ അടിച്ചമർത്തി വെച്ചിരുന്ന് അവർ പരിഹസിച്ചിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നുമാണ് നിങ്ങൾ ഒരു താരമായിട്ട് വരാൻ പോകുന്നത് എല്ലാവിധത്തിലും. അതപ്പോൾ നിങ്ങളുടേതായ പരിശ്രമ ഫലമാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ 3 ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഒരുപാട് സന്തോഷത്തില് തിളങ്ങാൻ കഴിയുന്നു, ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു, കൂടെ ചേർന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ്, ഇവിടെ സന്തോഷം അനുഭവിക്കുകയാണ്. മനസ്സിലായോ? കൂട്ടുചേർന്ന് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്നുകിൽ കൂട്ടുകാർ തമ്മിലാവാം, നിങ്ങളുടെ മറ്റു കൂട്ടുകാരെ കാണുമ്പോഴുള്ള സന്തോഷം അനുഭവിക്കുകയാവാം. ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ, ഏതെങ്കിലും ബന്ധുക്കളെ കണ്ടിട്ടുള്ള സന്തോഷമാകാം. അതുമല്ല എങ്കിൽ വീടായി പല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ നല്ലതുപോലെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ 3 ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. പാർട്ടിസിപ്പേഷനാണ് വന്നിരിക്കുന്നത്. എന്തും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സമയമായിരിക്കുന്നു. നിങ്ങളിപ്പോഴും പാസ്റ്റിലെ പല ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ. ശരിയാണ്, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാസ്റ്റിൽ. കാരണം മറ്റുള്ളവർ അടിച്ചമർത്തി അല്ലെങ്കിൽ അടിച്ചു വീഴ്ത്തപ്പെട്ട ഒരു സാഹചര്യം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഒരുപാട് അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾ കളങ്കമില്ലാതെ നിങ്ങൾ മറ്റുള്ളവരെ വിശ്വസിച്ചതിന്റെ പേരിലായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിച്ചതിന്റെ പേരിൽ.
നിങ്ങൾക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതില് പലരും ഇപ്പോഴും സ്റ്റക്കാണ്, പല കാര്യങ്ങൾ അത് ഓർത്ത് കഴിയുന്നു എന്നുള്ളതാണ്. ഓർമ്മ വരും, പലർക്കും അത് ഓർമ്മ വരും, പക്ഷെ അതൊന്നും ഓർക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ നല്ല ഒരു ഉയർച്ചയിലേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, പാർട്ടിസിപ്പേഷൻ, നിങ്ങളോട് മറ്റുള്ളവർ കൂട്ടുചേരാൻ വരുന്നുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ ഈ ഒരു സന്തോഷത്തിൽ, ഇപ്പോൾ വന്നിരിക്കുന്ന സന്തോഷത്തിൽ നിങ്ങളോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു പോകണം. എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻപ് നിങ്ങൾ ദുഃഖം അനുഭവിച്ചപ്പോൾ ആരുമില്ലായിരുന്നു, അല്ലേ? നമ്മളൊരു കാര്യത്തിൽ ദുഃഖം അനുഭവിക്കുമ്പോൾ ആരും നമുക്ക് സഹായത്തിന് വരില്ല. അതേ സമയത്ത് സന്തോഷം വരുമ്പോഴോ, സന്തോഷം മാത്രമല്ല, സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് വരുമ്പോഴോ ഒരുപാട് പേർ അടുത്തുകൂടും. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ മറ്റുള്ളവരുടെ ഗുരുവായിട്ട് മാറുന്നത്, ക്രിയേറ്റർ ആവുന്നു നിങ്ങൾ, അതല്ലേ, മെന്റർ ആവുന്നു നിങ്ങൾ, ടീച്ചർ ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. അപ്പോൾ നിങ്ങൾ ഉയർച്ചയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ നിങ്ങളുടെ ഉപദേശം തേടുകയോ, നിങ്ങൾ എങ്ങനെ ഇങ്ങനെ വന്നു, അയ്യോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല, അയ്യോ കണ്ടില്ല, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പുകഴ്ത്താൻ ഒരുപാട് ആൾക്കാർ കാണും, വളരെ നല്ല ഒരു നിലയിലാകുമ്പോൾ. അപ്പോൾ അവർ നിങ്ങളെ അവരുടെ ഗുരുവായിട്ട് സ്വീകരിക്കും, ഒരു മെന്ററായിട്ട് കാണും, ടീച്ചറായിട്ട് കാണും. നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിന്നും അനുഭവിക്കാനായിട്ട് അവർ കൂടെ ഇരിക്കും. നിങ്ങൾ പറയുന്ന വാക്കുകൾ സശ്രദ്ധം വീക്ഷിക്കും. അപ്പോൾ അത് അവർക്ക് നല്ലതായിട്ട് പോസിറ്റീവ് എനർജി തരുന്നു എന്നൊക്കെ നിങ്ങളോട് പറയാനും ആൾക്കാരുണ്ടാവും. അപ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്രിയേറ്റീവ് എനർജി വളരെയധികം ഉയർച്ചയിലേക്ക് വരുന്നുണ്ട്. ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, റൈറ്റ്നെസ് ആണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണ്, നമ്മളിപ്പോൾ അത് പറഞ്ഞതല്ലേ ഉള്ളൂ. ഒരുപാട് ആഗ്രഹ സഫലീകരണം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ പല കാര്യങ്ങളും ഇവിടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നു. ഏത് കാര്യത്തിലാണോ ആഗ്രഹമുള്ളത് അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ്. കണ്ടില്ലേ, നിങ്ങൾ നട്ട മരത്തിൽ ആദ്യമായിട്ട് ഫ്രൂട്ട് ഉണ്ടാകാം, അതിൻ്റെ പുഷ്പം ഉണ്ടാകുന്നു, അല്ല പൂവ് വരുന്നു, പൂവ് വിടരുന്നു, അതിന് കായ ഉണ്ടാകുന്നു, ആ കായ എന്താണ് മൂത്ത് ഫലമായിട്ട് മാറുന്നു, അത് പാകമായ ഒരു പഴമായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സന്തോഷമാകും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങളുടെ എഫേർട്ട് അനുസരിച്ച്, നിങ്ങളുടെ പ്രയത്നഫലം അനുസരിച്ച് അത് നിങ്ങൾക്ക് പ്രയോജനമാകുന്നു. അവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രസ് ആയിട്ട് മുന്നോട്ട് വരാൻ സാധിക്കുന്നു, പ്രോഗ്രസ് ഉണ്ടാകുന്നു നിങ്ങൾക്ക് പല കാര്യത്തിൽ. അപ്പോഴാണ് ആ സ്വപ്നങ്ങൾ നിങ്ങളുടെ സഫലമാകുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് ഇത്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്നു, ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, പുതിയ തുടക്കം വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുടക്കം വരുന്നു, ദൈവത്തിൽ ഒരുപാട് വിശ്വാസം. കണ്ടില്ലേ, ഇവിടെ എന്താണ്, ഇറങ്ങി പുറപ്പെടുകയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുകയാണ്. ആ ഒരു മുൻപിൽ എന്താണ്, വളരെ വലിയ അഗാധമായ ഗർത്തമാണ്, ഇതിലേക്ക് വീഴും എന്ന് പോലും ചിന്തയില്ല. കയ്യിലൊരു പുഷ്പമുണ്ട്. അപ്പൊ ഈ ഒരു പുഷ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്? ഇത് ദൈവത്തിനുള്ളതാണ്, ദൈവത്തിലുള്ള വിശ്വാസം. അപ്പൊ അങ്ങനെ ദൈവത്തിലുള്ള ഒരു വിശ്വാസത്തോടു കൂടി കണ്ണ് കാണാതെ, അല്ലെങ്കിൽ കണ്ണ് കാണാതെ എന്നുള്ളതല്ല, മുൻപിൽ നടക്കുന്നത് ഇനി എന്താവും എന്നുള്ള ചിന്തയില്ല. മനസ്സിലായി? അന്ധമായ ഒരു വിശ്വാസമാണ് ഇവിടെ. ദൈവത്തിൽ മാത്രം, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവത്തിൽ മാത്രം വിശ്വസിച്ചത് കൊണ്ടൊരു കാര്യമില്ല, ദൈവത്തിലും വിശ്വസിക്കണം, നമ്മുടെ പ്രവൃത്തിയിലും നന്നാവണം, പ്രവർത്തിക്കണം, കഠിനമായി പ്രയത്നിക്കണം. എന്നാൽ മാത്രമാണ് ഇവിടെ താൻ പാതി ദൈവം പാതി, അതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഇമ്മച്ചുവേർഡ് ആണ് ഈ വ്യക്തി എന്ന് കാണാം. വീണ് പോകുന്നത് അഗാധമായ ഗർത്തത്തിലേക്കാണ്, കണ്ണു കാണാതെ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട്. മനസ്സിലായി? ദൈവം അവിടെ നിന്ന് രക്ഷിക്കുമെന്നുള്ള പരിപൂർണമായ വിശ്വാസമാണിത്. അപ്പോൾ ഈ ഒരു വിശ്വാസത്തെക്കാൾ എല്ലായ്പ്പോഴും എന്താണ്, കുറച്ച് മറ്റ് ബുദ്ധിപരമായ ചിന്തകൾ കൂടി ഉണ്ടാവണം. ദൈവത്തിൽ മാത്രം വിശ്വസിച്ചാൽ പോരാ, യൂണിവേഴ്സിൽ മാത്രമുള്ള വിശ്വാസം പോരാ, മറ്റ് പ്രവർത്തികളും കൂടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഇത്തരം ഒരു തുടക്കം വരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കും.
ഇവിടെ കണ്ടില്ലേ, കറേജാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിങ്ങൾ ഒരുപാട് പരാജയത്തിൽ നിന്നുമാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ പരാജയങ്ങളിൽ നിന്ന് നിങ്ങൾ വളരെ വളരെ ഉയർച്ചയിലേക്ക് വരുന്നു. സ്റ്റാറിന്റെ പദവിയുണ്ട്, എംപ്രസിന്റെ പദവിയുണ്ട്, ഇവിടെ എംപറർ ആവുന്നു. ഒരുപാട് നല്ല നല്ല എനർജീസ് ഇവിടെ വന്നിട്ടുണ്ട്. കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നു, ഏസ് ഓഫ് പെന്റക്കിൾസ്, ഇതെല്ലാം ഉണ്ട്. കണ്ടില്ലേ, നിങ്ങൾ ഇനി എവിടുന്ന് വന്ന ആൾക്കാരാണെന്ന് കണ്ടോ? ഇവിടെ പാറക്കല്ലുകളാണ്. ഈ പാറക്കല്ലിനിടയിൽ ജലമുണ്ടോ? ഭക്ഷണമുണ്ടോ? ഒന്നുമില്ല. അവിടെ നിന്നാണ് നിങ്ങൾ മുകളിലേക്ക് വരാൻ പോകുന്ന. പൂത്തുലഞ്ഞ് പുഷ്പിച്ചു വരുന്നത്, പുഷ്പിച്ചുലഞ്ഞ് വരികയാണ്. ഇവിടെ കണ്ടില്ല, നിങ്ങൾക്ക് ഈ ഒരു കറേജ് നിങ്ങൾ നേടിയെടുത്ത് കാണും. ധൈര്യപൂർവ്വം നിങ്ങൾ മുന്നോട്ട് വന്ന്, കാരണം എന്താണ്, മറ്റുള്ളവരുടെ പരിഹാസത്തിൽ നിന്നുമാണ് നിങ്ങൾക്ക് ഈ ധൈര്യം കിട്ടിയത്. ആ ഒരു വാശി, അതുകൊണ്ട് എല്ലായ്പ്പോഴും ഒരു വാശി മറ്റുള്ളവരുടെ മുൻപിൽ കീപ്പ് ചെയ്യണം. മനസ്സിലാവും? വാശി പിടിച്ച് വേണം മുന്നോട്ട് വരാൻ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ മുറിക്കുള്ളിൽ മാറിയിരുന്നിട്ട് കരയുന്നതല്ല നല്ലത്. അതൊരു നല്ല ശീലമല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. വാശി വേണം. എനിക്ക് ഇവരുടെ മുൻപിൽ ജയിച്ച് കാണിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ അങ്ങേയറ്റം കറേജ് സംഭരിച്ചാണ് ഇവിടെ ഈ ഒരു വിജയം നേടിയെടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് ഈ സ്വപ്നങ്ങൾ സഫലമാക്കുന്നത്. മനസ്സിലായി? അപ്പൊ അതിൻ്റെതായ പരിശ്രമം കൊണ്ടാണ് ആ ചെടി, അതിൻ്റെതായ പരിശ്രമം കൊണ്ട് മാത്രമാണ് അവിടെ സൂര്യപ്രകാശം ലഭിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ ആത്മബലമാണിത്, ഇന്നർ സ്ട്രെങ്ത് ആണ്. മനസ്സിലായി? അപ്പോൾ അവിടെ നിന്നുമാണ് ഇത് വന്നിട്ട് പൂവുണ്ടായിരിക്കുന്നത്. കണ്ടില്ലേ, ഫ്ലവർ പോലും ഇതിലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു തെളിവാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും നല്ല ഒരു ഗതിയിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളുടെ പരിശ്രമം മാത്രം മതിയാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് കുറച്ച് ലക്കി ചാം എടുക്കാവേ. ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? ലവ്. കണ്ടില്ലേ, ഇവിടെ ലവ്, സ്നേഹം, നിങ്ങളോട് നിറഞ്ഞ സ്നേഹം ആർക്കൊക്കെയോ തോന്നാനുള്ള സമയമാണ്. ഈ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വന്നു ചേരാൻ, നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിട്ട് ഇരിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് സ്നേഹത്തിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതും ഒരു ലവ് സിമ്പൽ തന്നെയാണ്. ഹേർട്ടാണ്, ഹേർട്ടിന്റെ ചക്ര, ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷൻ ആണ്. സ്നേഹം ഇങ്ങോട്ട് വാങ്ങാനും അങ്ങോട്ട് കൊടുക്കാനും. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ വീലാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യ സമയം വരുന്നു എന്നുള്ളതാണ്. നല്ലതുപോലെ നിങ്ങൾക്ക് ഭാഗ്യം ഉയരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതിലപ്പുറത്തേക്ക് നിങ്ങളുടെ ഭാഗ്യം മാറുന്നു. കണ്ടില്ലേ, ഇവിടെ കറേജ് സംഭരിക്കാൻ സാധിക്കുന്നുണ്ട്. ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഔളാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡാണ്. അപ്പോൾ ഈ സ്പിരിറ്റ് ഗൈഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങളെ നല്ല വഴിയിലേക്ക് നയിക്കാൻ മാത്രമാണ് അത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തെറ്റായ വഴിയിലേക്ക് നീങ്ങുമ്പോൾ ഒരു സിമ്പൽ തരാൻ അതിന് കഴിയും. അപ്പോൾ അതിനെ വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം തുടങ്ങി വയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ ഏതെങ്കിലും പക്ഷികളെ കാണുകയോ അതിൻ്റെ ശബ്ദമോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. അതുപോലെ ചെമ്പോത്ത് എന്നൊക്കെ പറയുന്ന ബേഡുണ്ടല്ലോ, ഉപ്പൻ ബേഡ്, അതിനൊക്കെ നമ്മുടെ പരിസരത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ ഓടിക്കാൻ പാടില്ല. അതൊക്കെ നമുക്ക് ഓരോരോ ശുഭസൂചന കൊണ്ടുവരുന്ന ബേഡ്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതെന്താണ്, ഇത് പ്രാവ് ഉണ്ടല്ലോ, ഇത് പീജിയൻസ്, വളരെയധികം സമാധാനം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സമാധാനം കിട്ടുന്ന സമയമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിലാണോ നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ പറയുന്നല്ലോ, ഫോക്കസ് ചെയ്തിരിക്കുന്ന കാര്യത്തിൽ അതിനുവേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ, കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ, ഇന്നർ സ്ട്രെങ്ത് കൈവരിക്കുക, വിൽ പവർ ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ പോയാൽ നിങ്ങൾക്ക് അവിടെ സക്സസ് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.